ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ലോകം മുഴുവനും പുതുതായിട്ട് ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചൈന ഉണ്ടെങ്കിൽ അവർ ഒരു ആവശ്യം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ട് ഒരു ജോയിൻ ആവാനുള്ള ഒരു താല്പര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്ര പെട്ടെന്നൊരു ജോയിൻ ആവുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയായിട്ടൊരു സൗഹൃദത്തിന് താല്പര്യമുണ്ടെന്നുള്ള രീതിയിലൊരു അറിയിപ്പാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നത്. അതിനെ പറ്റിയുള്ള ഒരു ചർച്ച ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്തോന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയാണ് മെയിൻ റീസൺ. ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷമുണ്ട് ഈ ബാക്കിയുള്ള എല്ലാ രാജ്യത്തിൻ്റെയും വരുന്ന ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനുള്ള ടാക്സ് അധികമായിട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലെ എല്ലാ പ്രോഡക്റ്റും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മിനിമം ടാക്സ് മാത്രമേ വാങ്ങാറുള്ളൂ. പക്ഷെ നമ്മളെ പ്രോഡക്റ്റൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ 10% എക്സ്ട്രാ ചാർജസ് കൊടുക്കും. ടാക്സ് കാരണം നമുക്കവിടെ ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു പെന്ന് തന്നെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വിൽക്കണമെങ്കിൽ 10 രൂപ ഉള്ളെങ്കിൽ പക്ഷേ ടാക്സ് എല്ലാം അടച്ച് ഇവിടെ വിൽക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും 20 രൂപയായിരിക്കും ഇവിടെ പേ ചെയ്ത് വാങ്ങേണ്ടി വരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സാധാരണ ആൾക്കാർ അത് വാങ്ങാൻ തയ്യാറാവത്തില്ല. സാധാരണ ഒരു 10 രൂപയുടെ പേന മാത്രമേ വാങ്ങാൻ ആ സമയത്ത് റെഡി ആവത്തുള്ളൂ. സോ അത് വലിയൊരു നഷ്ടമാണ് അമേരിക്കയ്ക്ക് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ടാക്സ് കുറച്ച് നിങ്ങളെ പ്രോഡക്റ്റുകൾ ഇവിടെ വിൽക്കുന്നത് അതേ കണക്ക് തന്നെ ഞങ്ങൾക്കും അവിടെ വന്ന് ചെയ്യാൻ കഴിയണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് നമ്മളെ കൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അധികം ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറയുന്നത് അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്ഡ് രാജ്യമാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെക്കാട്ടി ഭയങ്കര അഡ്വാൻസും ആയിരിക്കും. സോ നമ്മൾ അതേ കണക്ക് ചെയ്യാതിരുന്നാൽ നമുക്കത് പറ്റത്തില്ല. കാരണം നമുക്ക് അവരുടെ രാജ്യത്തെ പോലെ തന്നെ വളരെയും വേണം. അതോടെ തന്നെ അവരുടെ പ്രോഡക്റ്റെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ അതും ടാക്സ് കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള പ്രോഡക്റ്റ്സ് ഒന്നും അധികം ആൾക്കാർ വാങ്ങാൻ നിൽക്കത്തില്ല. സോ നമ്മളെ നാട്ടിലുള്ള കമ്പനികൾ ഭയങ്കര ലോസിലായിരിക്കും പോകുന്നത്. സോ ഒരു രാജ്യം വളരണമെങ്കിൽ നമ്മളെ രാജ്യത്തുള്ള കമ്പനികൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവാൻ വേണ്ടി നമ്മളെ രാജ്യം തന്നെ സഹായിച്ചാലേ പറ്റുള്ളൂ. അതേ സമയത്തുണ്ട് ഇതേ കണക്ക് വേറെയുള്ള രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഇവിടെ ഇങ്ങനെ ടാക്സ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ടാക്സ് കുറച്ചിട്ടോ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ രാജ്യത്തുള്ള കമ്പനികൾക്ക് അധികം ലാഭമോ അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യത്തുള്ള പ്രോഡക്റ്റുകൾ അധികം നമ്മളെ നാട്ടുകാർ തന്നെ വാങ്ങാതിരിക്കുന്നതായിരിക്കും. അത് ഭയങ്കര നമ്മളെ രാജ്യത്തിനൊരു നല്ലതാവാനുള്ള വളരെ സാധ്യത കുറവാണ്. ബാക്കിയുള്ള അമേരിക്ക പോലത്തുള്ള രാജ്യങ്ങളെ ഭയങ്കരമായിട്ട് വളരുകയുള്ളൂ. അതേ കണക്ക് തന്നെയാണ് ചൈനയുടെ കേസ് എന്ന് പറയുന്നത്. ഇതേ കണക്ക് ഇപ്പോൾ ട്രംപ് ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണക്കുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തും ടാക്സ് ഉണ്ടെങ്കിൽ കൂട്ടുന്ന ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയ്ക്കും ഇതേ കണക്കുള്ള പ്രശ്നം വന്നത്. അപ്പോൾ ആ സമയത്ത് ചൈന പറയുന്നത് ഞങ്ങളുണ്ടെങ്കിൽ പഴയ കണക്കുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതോടെ തന്നെ ഞങ്ങൾ ചെറിയ രാജ്യങ്ങളൊന്നുമല്ല, ഇനി നിങ്ങൾക്ക് യുദ്ധമാ വേണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടാക്സ് കൂട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും ടാക്സ് കൂട്ടുന്നതായിരിക്കും. ഒന്നിനും ഞങ്ങൾ പിന്നിലോട്ട് പോകാൻ നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ആ സമയത്താണ് ചൈനയ്ക്ക് ഒരു ഐഡിയ വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയുമായിട്ട് ചേരാൻ പാടില്ല. ഏറ്റവും വലിയ രാജ്യങ്ങൾ അതോടെ തന്നെ മാർക്കറ്റ് ഇന്ത്യയും ചൈനയും ഉള്ളത് വേറെ എവിടെ അധികമായിട്ടില്ല. അതും ഇന്ത്യ മാർക്കറ്റാണ് ഭയങ്കര അധികമായിട്ട് ഇപ്പോൾ ഉള്ളത്. തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ തുകയുടെ അത്രയൊന്നും ഇപ്പോൾ ഭയങ്കരമായിട്ട് വേറെ അധികം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റാണ് ഭയങ്കര രീതിയിലുള്ളത്. അതിന് ശേഷമായിട്ടുള്ളത് അതേ തുകയ്ക്ക് അടുത്ത് നിന്ന് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. സോ ഇതേ കണക്കത്തുള്ള രണ്ട് രാജ്യങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിയൊരു മാർക്കറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാനായിരിക്കും. സാധാരണ രീതിയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പ്ലെയിൻ ഡയറക്റ്റായിട്ട് ചൈനയിലോട്ടൊന്നുമില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് അവരുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് സിംഗപ്പൂർ അങ്ങനെ പോയിട്ടായിരിക്കും തിരിച്ച് ചൈനയിൽ പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ നമ്മളിലുണ്ടായാൽ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്കും വളർച്ചയായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ അത്ര പെട്ടെന്ന് അവരുമായിട്ട് ചേരാനും തയ്യാറല്ല. കാരണം നമുക്ക് വലിയൊരു സോഴ്സ് അമേരിക്ക ആയിട്ടുണ്ട്. സോ അവരെ വിട്ടിട്ട് പെട്ടെന്ന് ചൈനയായിട്ട് ചേരുന്നത് അത്ര നല്ലതല്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇത് നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ട് രാജ്യമായിട്ട് അവർ ചേരുകയൊന്നുമില്ല. പക്ഷേ രണ്ടുപേരുമായിട്ടുള്ള ബന്ധവും വിടാതെ അങ്ങനെ തുറന്നു പോകാനുള്ള സാധ്യതയാണ് വളരെ അധികം ഒന്ന് കൂടുതൽ. സോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വളരെയധികം പുരോഗമനം ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ. താങ്ക് യു.